അഡ്വക്കേറ്റ് ജയശങ്കറിന് നേരെ പി.വി. അൻവർ എം.എൽ.എ. നടത്തിയ അധിക്ഷേപ പരാമർശത്തെ അപലപിച്ച് സാംസ്കാരിക സമൂഹം. എറണാകുളം BTHൽ നടന്ന സാംസ്കാരിക കൂട്ടായ്മ പി.വി. അൻവറിനെതിരെ നിയമ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് ജയശങ്കറിനെ കക്കൂസ് മാലിന്യത്തിൽ കുളിപ്പിക്കുമോ എന്ന അൻവറിന്റെ അധിക്ഷേപ പരാമർശത്തിലാണ് സെമിനാർ നടന്നത്. ഇടത് എം.എൽ.എ. ആയ പി.വി. അൻവർ രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറിന് നേരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തെ അത്യന്തം അപലപിച്ചുകൊണ്ടാണ് കൊച്ചിയിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ കൂട്ടായ്മയിൽ പങ്കെടുത്തു. അൻവർ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്ന ജനപ്രതിനിധിയാണ്. രണ്ടാം പ്രാവശ്യവും ജയിച്ചിരിക്കുന്നു. അദ്ദേഹം പാർട്ടി ടിക്കറ്റിൽ ജയിച്ചയാളല്ലെങ്കിലും LDF MLA എന്നാണ് അറിയപ്പെടുന്നതും അത് ശരിയുമാണ്. അപ്പോൾ ഇത്തരം വർത്തമാനങ്ങളെ നിയന്ത്രിക്കാൻ ആർക്കാണ് ഉത്തരവാദിത്വം? LDFനെങ്കിലും ഒരു കുറെ കൂടി പൊതുവായ രീതിയിൽ പറഞ്ഞാൽ ഉണ്ടാകണമല്ലോ. അതില്ലാതെ ആർക്കെതിരെയും എന്തും പറയാം എന്ന അവസ്ഥയിൽ ഒരു ജനപ്രതിനിധി പ്രത്യേകിച്ചു അത് തെറ്റാണ്. അഡ്വക്കേറ്റ് ജയശങ്കറിനെ കക്കൂസ് മാലിന്യത്തിൽ കുളിപ്പിക്കുമെന്നായിരുന്നു പി.വി. അൻവർ എം.എൽ.എയുടെ പരാമർശം. ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് കൊച്ചിയിൽ സാംസ്കാരിക കൂട്ടായ്മ ചേർന്ന് സംഭവത്തെ അപലപിച്ചത്. എനിക്ക് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന മനുഷ്യനെ ഇഷ്ടമാണ്. അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പിന്തുണയാണ്. അദ്ദേഹം തന്റേടിയാണ്, സത്യസന്ധനാണ്. അദ്ദേഹം ഒരുപാട് വർഷം ഈ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകണം. ഞങ്ങളെയും ക്രിട്ടിസൈസ് ചെയ്യണം. ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധിയോട് ചെറിയ ഇഷ്ടക്കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് ബോധ്യത്തോടു കൂടി തന്നെ പറയുകയാണ്. ഞാൻ സർവാത്മന അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടി ഈ വലിയ സദസ്സിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. റിട്ടയർഡ് ജസ്റ്റിസ് P.N. രവീന്ദ്രൻ, മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, K.L. മോഹനവർമ്മ, S.N. സ്വാമി, S.G.R. കുമാർ, BJP നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, ഡോക്ടർ K.S. രാധാകൃഷ്ണൻ, P.R. ശിവശങ്കരൻ എന്നിവരും കൂട്ടായ്മയുടെ ഭാഗമായി. ജനം, കൊച്ചി.